ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 2023 നോക്കുന്നത്. ഓക്കെ, വിശിഷ്ടാംഗത്വത്തിൽ കിട്ടിയിരിക്കുന്നത് CN ജോസിനും MR രാഘവ വാര്യർക്കുമാണ്. CN ജോസ്, MR രാഘവ വാര്യർ. CN ജോസ് നാടകകൃത്താണ്. MR രാഘവ വാര്യർ ചരിത്രകാരൻ. ഇനി കവിതാ വിഭാഗത്തിൽ കിട്ടിയിരിക്കുന്നത് കൽപ്പറ്റ നാരായണന്റെ തിരഞ്ഞെടുത്ത കവിതകൾക്കാണ്. തിരഞ്ഞെടുത്ത കവിതകൾ. നോവലാണെങ്കിലോ, നോവൽ ഹരിതാ സാവിത്രിയുടെ സിൻ എന്ന നോവലാണ്. ഹരിതാ സാവിത്രിയുടെ സിൻ എന്ന നോവലിനാണ് നോവൽ വിഭാഗത്തിൽ കിട്ടിയിരിക്കുന്നത്. വിശിഷ്ടാംഗത്വത്തിന് കിട്ടിയത് CN ജോസ്, MR രാഘവ വാര്യർ. CN ജോസ് നാടകകൃത്താണ്, MR രാഘവ വാര്യർ ചരിത്രകാരനാണ്. കവിതാ വിഭാഗത്തിൽ കൽപ്പറ്റ നാരായണൻ അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുത്ത കവിതകൾക്കാണ് ലഭിച്ചിരിക്കുന്നത്. നോവൽ വിഭാഗത്തിൽ ഹരിതാ സാവിത്രിയുടെ സിൻ എന്ന നോവലിനാണ് ലഭിച്ചത്. ഇനി ചെറുകഥ ചെറിയൊരു പേരാണ്, നോക്കണേ. N രാജൻ അദ്ദേഹത്തിൻ്റെ ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്. ഓക്കെ, നമ്മൾ ക്ലബിലൊക്കെ പോയാൽ കുറച്ച് സമയം കൊണ്ട് ഒരു പുസ്തകം തീർക്കണമെങ്കിൽ നമ്മൾ വലിയ ബുക്ക് എടുക്കുമോ? ഇല്ലല്ലോ. ചെറുകഥകൾ, ചെറിയ പുസ്തകമല്ലേ എടുക്കുള്ളൂ. അപ്പം അങ്ങനെ ഓർത്തിരിക്കാം. ചെറുകഥ ഏതാണ്? N രാജൻ്റെ ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബാണ്. ഓക്കെ, ഇനി നാടക വിഭാഗത്തിൽ ഗിരീഷ് PC പാലം അദ്ദേഹത്തിൻ്റെ E ഫോർ ഈഡിപ്പസ് എന്ന നാടകത്തിനാണ് ലഭിച്ചിരിക്കുന്നത്. ഗിരീഷ് PC പാലം, E ഫോർ ഈഡിപ്പസ്. ഇനി സാഹിത്യ വിമർശനം P പവിത്രൻ അദ്ദേഹത്തിൻ്റെ ഭൂപടം തലതിരിക്കുമ്പോൾ എന്ന കൃതിക്കാണ് ലഭിച്ചിരിക്കുന്നത്. സാഹിത്യ വിമർശന വിഭാഗത്തിൽ കിട്ടിയിരിക്കുന്നത് P പവിത്രൻ്റെ ഭൂപടം തലതിരിക്കുമ്പോൾ. ഭൂപടം തലതിരിച്ചാൽ എന്താണ്? വിമർശനങ്ങൾ ഉണ്ടാകുന്ന ഓർത്താൽ മതി. ഓക്കെ, അപ്പോൾ P പവിത്രൻ്റെ പവിത്രമായിട്ടുള്ള ഒരു സാധനം, ഓക്കെ അങ്ങനെ വിചാരിക്കാം. പവിത്രമായിട്ടുള്ളൊരു സാധനം അത് തലതിരിക്കുമ്പോൾ എന്തായിട്ടും വിമർശനം ഉണ്ടാകും. അങ്ങനെ ആലോചിച്ച് വെക്കുക. ഓക്കെ, ഇനി അടുത്തത് ഹാസ്യസാഹിത്യം സുനീഷ് വാരനാട് അദ്ദേഹത്തിൻ്റെ വാരനാടൻ കഥകൾക്കാണ് ലഭിച്ചിരിക്കുന്നത്. സുനീഷ് വാരനാടൻ കഥകൾ. അടുത്തത് വൈജ്ഞാനിക സാഹിത്യം വിഭാഗത്തിൽ ലഭിച്ചിരിക്കുന്നത് രാജീവൻ്റെ ഇന്ത്യയെ വീണ്ടെടുക്കൽ എന്നതാണ് കൃതി വരുന്നത്. വൈജ്ഞാനിക സാഹിത്യ വിഭാഗത്തിൽ രാജീവൻ ഇന്ത്യയെ വീണ്ടെടുക്കൽ. ഇനി ജീവചരിത്രം ആത്മകഥ വിഭാഗത്തിൽ കിട്ടിയിരിക്കുന്നത് കെ വേണു. ജീവിതമാണ്, വീഴ്ചയും ഉയർച്ചയും ഒക്കെ ഉണ്ടാവും അല്ലേ? അപ്പോൾ വീണു, ജീവിതത്തിൽ വീഴ്ച ഉണ്ടാവൂലേ? അപ്പോൾ വീണു, അങ്ങനെ ഓർക്കാം. കെ വേണു ഒരു അന്വേഷണത്തിൻ്റെ കഥ. യാത്രാവിവരണമാണെങ്കിലോ നന്ദിനി മേനോൻ ആംചോ ബസ്തർ. വിവർത്തനത്തിന് കിട്ടിയിരിക്കുന്നത് AM ശ്രീധരൻ്റെ കഥാകതികെ എന്ന കൃതിക്കാണ്. ഓക്കെ, അപ്പോൾ വൈജ്ഞാനിക സാഹിത്യം രാജീവൻ ഇന്ത്യയെ വീണ്ടെടുക്കൽ. ജീവചരിത്രം ആത്മകഥാ വിഭാഗത്തിൽ കെ വേണുവിൻ്റെ ഒരു അന്വേഷണത്തിൻ്റെ കഥ. യാത്രാവിവരണം വിഭാഗത്തിൽ കിട്ടിയിരിക്കുന്നത് നന്ദിനി മേനോൻ്റെ ആംചോ ബസ്തർ. വിവർത്തനത്തിന് കിട്ടിയിരിക്കുന്നത് AM ശ്രീധരൻ അദ്ദേഹത്തിൻ്റെ കഥാകതിക എന്ന കൃതിക്കാണ്. ഇനി ബാലസാഹിത്യത്തിന് കിട്ടിയിരിക്കുന്നത് ഗ്രേസിക്കാണ്. പെൺകുട്ടിയും കൂട്ടരും. ബാലസാഹിത്യം ഗ്രേസി, പെൺകുട്ടിയും കൂട്ടരും. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ നോക്കാം. വിശിഷ്ടാംഗത്വത്തിന് ലഭിച്ചിരിക്കുന്നത് CN ജോസ്, MR രാഘവ വാര്യർ. CN ജോസ് നാടകകൃത്താണ്, MR രാഘവ വാര്യർ ചരിത്രകാരനാണ്. കവിത കൽപ്പറ്റ നാരായണൻ തിരഞ്ഞെടുത്ത കവിതകൾ. നോവലാണെങ്കിൽ ഹരിതാ സാവിത്രി സിൻ എന്ന നോവലാണ്. ചെറുകഥ ചെറിയൊരു പേരാണ്. N രാജൻ ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൽ പോയിട്ട് കുറഞ്ഞ സമയത്തിനുള്ളിൽ വായിക്കണമെങ്കിൽ നമ്മൾ ചെറുകഥകളൊക്കെ എടുക്കുള്ളൂ എന്ന് ഓർത്തിരിക്കാം. നാടകം ഗിരീഷ് PC പാലത്തിലൊന്നും നിന്നിട്ട് നാടകം കളിക്കരുത്.
അപകടമാണ്. ഓക്കെ. നാടകം ഗിരീഷ് PC പാലം. E4 ഈഡിപ്പസ്, ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നോർത്താൽ മതി. ഓക്കെ. പാലത്തിൽ നിന്നിട്ട് നാടകം കളിക്കരുത്, ഇടിഞ്ഞു പൊളിഞ്ഞു വീഴും. ഗിരീഷ് PC പാലം. E4 ഈഡിപ്പസ്. സാഹിത്യ വിമർശനം. ഭൂപടം തലതിരിച്ചാൽ എന്തായിട്ടും വിമർശനം ഉണ്ടാകും. ഓക്കെ. പവിത്രമായിട്ടുള്ള സാധനമാണെന്ന് ഓർക്കുക. പി പവിത്രൻ ഭൂപടം തലതിരിക്കുമ്പോൾ. ഹാസ്യ സാഹിത്യം. സുനീഷ് വാരനാട് വാരനാടൻ കഥകൾ. ഇനി വൈജ്ഞാനിക സാഹിത്യ വിഭാഗത്തിൽ രാജീവൻ ഇന്ത്യയെ വീണ്ടെടുക്കൽ. ജീവചരിത്രം ആത്മകഥാ വിഭാഗത്തിൽ കെ വേണു ഒരു അന്വേഷണത്തിൻ്റെ കഥ. യാത്രാവിവരണം വിഭാഗത്തിൽ നന്ദിനി മേനോൻ അവരുടെ ആംചോ ബസ്തർ. വിവർത്തനത്തിന് കിട്ടിയിരിക്കുന്നത് AM ശ്രീധരൻ കഥാകഥികെ. ബാലസാഹിത്യ വിഭാഗത്തിൽ ഗ്രേസിക്കാണ് ലഭിച്ചിരിക്കുന്നത് പെൺകുട്ടിയും കൂട്ടരും. ഓക്കെ, താങ്ക് യു.